പലപ്പോഴും BJP ഗവൺമെന്റിന്റെ പല പ്രഖ്യാപനങ്ങളെയും പിന്നോട്ടടിക്കുന്നത് പ്രോമിസസ് നേടിയെടുക്കാൻ പറ്റാതെ വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് 2016 നവംബർ 8-ാം തീയതി കൊണ്ടുവന്ന ഡീമോണിറ്റൈസേഷനാണ്. കറൻസി അസാധുവാക്കൽ. എന്താണ് ചെയ്തത്? നിലവിലിരുന്ന കറൻസിയുടെ 86.4% ഒറ്റ രാത്രി കൊണ്ട് പിൻവലിച്ചത്. അതേതോ മഹാകാര്യം ചെയ്യാനായിരുന്നു എന്നാണ് അധികം പേരും പറയുന്നത്. പക്ഷേ ഉർജിത് പട്ടേൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ, അതിന് എതിര് നിന്നിട്ട് അദ്ദേഹം റിസൈൻ ചെയ്തു പോയി ആ പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള റിസർവ് ബാങ്ക് ഗവർണറെ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഡീമോണിറ്റൈസേഷൻ നടപ്പാക്കിയത്. പക്ഷെ അപ്പോഴും എന്നെപ്പോലുള്ളവർ ധരിച്ചു വെച്ചിരുന്നത് അതിന് പകരം കറൻസി ചെസ്റ്റുകളിൽ, അതായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി റിസർവ് ബാങ്കിന്റെ കറൻസി ചെസ്റ്റുകളുണ്ട്. ആ കറൻസി ചെസ്റ്റുകളിൽ പുതിയ കറൻസി സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. അതങ്ങ് റിലീസ് ചെയ്താൽ മാത്രം മതി എന്നാ വിചാരിച്ച്. പക്ഷെ അങ്ങനെ യാതൊന്നും ചെയ്യാതെയുള്ള വിഡ്ഢിവേഷം കെട്ടലായിരുന്നു ഡീമോണിറ്റൈസേഷൻ. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നറിയാമോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ നിങ്ങളൊന്ന് ആലോചിച്ചു ഒന്ന് വിഭാവന ചെയ്തു നോക്കൂ. ഇന്ധനം തീർന്നു പോയാൽ ആ വാഹനം എന്ത് ചെയ്യും? നല്ല സ്പീഡിൽ ഓടി വരിക, ഇന്ധനം പെട്ടെന്ന് അങ്ങ് തീരുന്നു, എന്ത് സംഭവിക്കും? ഇടിച്ചു നിൽക്കും. ഇന്ത്യൻ ഇക്കോണമിക്ക് സംഭവിച്ചത് അങ്ങനെയാണ്. കാരണം ഈ കറൻസി എന്ന് പറയുന്നത് വാഹനത്തിന്റെ ഇന്ധനം പോലെ ഒരു രാഷ്ട്രത്തിന്റെ ചക്രത്തെ കറക്കുന്ന ഇന്ധനമാണ്. ആ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കറക്കുന്ന ഇന്ധനമാണത്. ആ ഇന്ധനമാണ് വലിച്ചൂറ്റിയെടുത്തത് 86-87% ഒറ്റയടിക്ക് ഒരു രാത്രി കൊണ്ട്. അങ്ങനെ ഇടിച്ചു നിന്ന വാഹനം 2022 ഇക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്, ഡീമോണിറ്റൈസേഷൻ വഴി 3,60,000 MSMEs, അതായത് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അടിത്തറ തെറ്റി വീണുപോയി എന്ന്. അതിനേക്കാൾ എത്രയോ കൂടുതൽ. അത് വളരെ ചെറിയ ഒരു കണക്കാണ്. ഒരു പക്ഷെ 2022 ആയപ്പോഴേക്കും കുറെയൊക്കെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് കാണും. കാരണം അപ്പോഴേക്കും ഉദ്യം രജിസ്ട്രേഷൻ പോലെയുള്ള പല പദ്ധതികളും, അതുപോലെ തന്നെ വായ്പാ വിപ്ലവം, ഇതൊക്കെ ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്നു. അപ്പൊ കുറെയൊക്കെ വീണടിഞ്ഞു പോയ സംരംഭങ്ങൾ തന്നെ കുറെയൊക്കെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടാകും. പക്ഷെ ആ ഡീമോണിറ്റൈസേഷൻ കൊടുത്ത ആ പ്രഹരമായിരുന്നു ഇന്ത്യൻ ഇക്കോണമിയെ നിലം പരിശാക്കി കളഞ്ഞത്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് പിന്നെ എഴുന്നേൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള വീഴ്ചയായിരുന്നു. അവിടെ നിന്ന് പതുക്കെ പിച്ച വെച്ച് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും കിടക്കുന്നു കോവിഡ് മഹാമാരി വന്നപ്പോ വീണ്ടും പറയാതെ നിവൃത്തിയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്താണ് കോവിഡ് മഹാമാരി വന്നപ്പോ? അതായത് 4 ലക്ഷത്തിൽ താഴെ, അത് കഴിഞ്ഞ് കോവിഡ് മഹാമാരി ഒക്കെ കഴിഞ്ഞ് ആദ്യത്തെ പാർലമെന്റ് കൂടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്താണ് ജനങ്ങളോട്, പാർലമെന്റേറിയൻസിന് മുൻപിൽ അവതരിപ്പിച്ചത്? 4 ലക്ഷത്തിൽ താഴെ പേർ മാത്രമേ ഇന്ത്യയിൽ മരിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോഴാണ് അമേരിക്കയിൽ നിന്നുള്ള വലിയ പഠനത്തിന്റെ റിസൾട്ട് വരുന്നത്. 39 ലക്ഷത്തിനും 49 ലക്ഷത്തിനും ഇടയ്ക്ക് ആൾക്കാർ ഇന്ത്യയിൽ മരിച്ചിട്ടുണ്ടെന്ന്. കേരള ഗവൺമെന്റ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് 7,000-ൽ താഴെ പേരെ മരിച്ചിട്ടുള്ളൂ എന്ന്. അതേ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറഞ്ഞു കേരളത്തിൽ 25,000-ന് മുകളിൽ ആൾക്കാർ ഇതിനകം മരിച്ചിരിക്കുന്നു എന്ന്. അത് കേരളത്തിൽ മരിച്ചവരാണ്. കേരളത്തിലെ പ്രവാസികൾ പ്രവാസത്തിൽ മരിച്ചത് എത്രയോ ഉണ്ട്, അതൊന്നും കണക്കെടുത്തിട്ട് പോലുമില്ല അന്നും പിന്നെയും. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ മോദി ഗവൺമെന്റ് പറഞ്ഞു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു, WHO തിരുത്തി 4 ലക്ഷത്തിൽ താഴെയല്ല, 39 ലക്ഷത്തിന്റെ ചുറ്റുവട്ടത്തിലാണ് ഇന്ത്യയിലെ മരണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തിരുത്തി. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി അത് അംഗീകരിച്ചില്ല. അല്ല, അത് തെറ്റായ കണക്കാണ്, ഞങ്ങളുടെ കണക്കാണ് ശരിയെന്ന്. പക്ഷെ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കൂ ഹിന്ദുവിനോട്. ഈ അടുത്ത നാളില് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ തന്നെ അന്നത്തെ WHO പഠനം ശരിയായിരുന്നു എന്നതിന് അടിത്തറ പാകിക്കൊണ്ട് പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഉള്ളതുപോലെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത്.
അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ 39 ലക്ഷം പേര് അല്ലെങ്കിൽ പോട്ടെ 30 ലക്ഷം പേര് ഒക്കെ മരിക്കാനുണ്ടായ കാരണം എന്താണ്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ? GDP-യുടെ ഇത്രയും 146 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് ഈ കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് നേഷൻസ്, ആദ്യം തന്നെ പോപ്പുലേഷൻ സെൻസസ് തുടങ്ങിയത് യുണൈറ്റഡ് നേഷൻസ് ആണ്, അംഗരാഷ്ട്രങ്ങളുടെ പോപ്പുലേഷനെ താരതമ്യം ചെയ്യാൻ വേണ്ടി. ആ യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞിരിക്കുന്നു 146 കോടിയാണ് ഇന്ത്യയുടെ ജനങ്ങളെന്ന്. അപ്പൊ അന്ന് ഈ കോവിഡ് കാലത്ത് 146 ഒന്നുമില്ല, 140 കോടി താഴെയുള്ളൂ. ആ സമയത്ത് അപ്പൊ ഇപ്പോ ഈ കഴിഞ്ഞ ബജറ്റിന്റെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഹെൽത്തിന് വേണ്ടി, അത് പോട്ടെ, 2017 നരേന്ദ്രമോദി ഗവൺമെന്റ് തന്നെ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി, ദേശീയ ആരോഗ്യ നയം കൊണ്ടുവന്നു. ആ നയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ നയത്തിന്റെ ആധാരശില എന്ന് പറയുന്നത് GDP-യുടെ 2% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കണം. GDP-യുടെ 2% മാറ്റിവെച്ചിരിക്കണം. അത് 2020 കൂടി, 2017 നിയമമാണ്, പക്ഷെ 2020 ആകുമ്പോഴേക്കും പിന്നെ GDP-യുടെ 2% ഹെൽത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ സംസ്ഥാന ഗവൺമെന്റുകൾ GSDP-യുടെ 8% മാറ്റിവെക്കണം. എന്റെ സുഹൃത്തുക്കളെ, എനിക്ക് പലപ്പോഴും കേരളത്തിലെ ബജറ്റൊക്കെ നോക്കുമ്പോൾ സംശയം തോന്നാറുണ്ട്, ഇവിടുത്തെ ധനമന്ത്രിമാർക്കൊന്നും ഈ 8% എന്നുള്ള കഥ അറിയില്ലേ എന്ന്. അതുപോലെ നമ്മുടെ നിർമ്മല സീതാരാമനും അറിയില്ലേ ഈ 2% എന്ന കാര്യം? നിങ്ങൾ ആ ബജറ്റ് ഒന്ന് എടുത്തു നോക്ക്. 0.27% ആണ് 2025-26 ബജറ്റ്. ഇതാ എന്റെ കയ്യിലിരിക്കുകയാണ് ആ സ്റ്റാറ്റിസ്റ്റിക്സ്. 0.27% ആണ് ഹെൽത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഹെൽത്ത് എത്ര കോടിയാണ്? 98,311 കോടിയാണ്. 98,311 കോടിയാണ് 25-26 ബജറ്റില്. അത് എത്ര? GDP എത്രയാപ്പോ? GDP ഓർമ്മയുണ്ടോ? GDP ഞാൻ പറയാം, 3,57,923 കോടി. 2 പ്രാവശ്യം പറഞ്ഞു കോടി കേട്ടോ. 3,57,923 കോടിയാണ് നമ്മുടെ GDP. ആ GDP-യുടെ ആണ് 98,311 കോടി ഹെൽത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ, അതായത് 0.27%. അപ്പൊ നിയമം, നരേന്ദ്രമോദിയുടെ നിയമം ഒരു വശത്ത് കിടക്കുന്നു, അലൊക്കേഷൻ വേറൊരു വശത്ത് കിടക്കുന്നു. ഇങ്ങനെ അപ്പൊ എന്താ സംഭവിക്കുക? ഇത്ര കുറച്ചു മാത്രം ഹെൽത്തിന് വേണ്ടി മാറ്റി വെക്കുമ്പോ ഒരു രാഷ്ട്രത്തിന്റെ വളർച്ച, അയ്യോ 4ാമത്തെ GDP എന്നൊക്കെ പറഞ്ഞ് ഗീർവാണം മുഴക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഒരു രാഷ്ട്രത്തിന്റെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം, ജീവിതാവസ്ഥ, അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ വച്ച് മുതൽ ആ വ്യക്തിക്ക് വേണ്ടി ചെലവഴിക്കുന്ന, ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഗർഭപാത്രമുണ്ടോ, ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടോ, കുഞ്ഞിന് ആരോഗ്യമുണ്ടോ, ഇതൊന്നും നോക്കാനുള്ള സൗകര്യമില്ല. അതായത് പ്രൈമറി ഹെൽത്ത് സെന്റർ പോലും നമ്മുടെ നമ്മുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇല്ലെന്നർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾ ഓർത്തു നോക്കൂ, കോവിഡ് കാലത്ത് എന്താ നമ്മൾ കണ്ടത്? ഡെഡ് ബോഡീസ്, കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ ശവശരീരങ്ങൾ ആരാധ്യമായ നദിയുണ്ടല്ലോ, ഗംഗാ നദി, ആ ഗംഗാ നദിയിൽ ഒഴുകി നടക്കുന്നത്, യമുനയിൽ ഒഴുകി നടക്കുന്നത് നമ്മൾ ധാരാളം കണ്ടതാണ്. അപ്പൊ എന്താണ്? അവിടെ പ്രൈമറി ഹെൽത്ത് സർവീസസ് പോലും ഇല്ല. അങ്ങനെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പോലും ഇല്ലാത്തടത്ത് മരണം പ്രഖ്യാപിക്കാനോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ ഇനി കോവിഡിനെതിരായിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കാൻ ഒന്നിനും സൗകര്യങ്ങളില്ല. അതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന അവസ്ഥ എന്നതിലേക്ക്, അതായത് ഒരു പാഠം കൊണ്ടും പഠിച്ചില്ല നമ്മുടെ BJP ഗവൺമെന്റ്. പഠിച്ചിരുന്നെങ്കിൽ 2017 അവരുടെ നിയമത്തെ തന്നെ, അവര് കൊണ്ടുവന്ന ആരോഗ്യ നയത്തെ തന്നെ ഇളിച്ചു കാണിക്കുന്ന, ഇളിഭ്യമാക്കുന്ന തരത്തിൽ ഈ 0.27% ഹെൽത്തിന് വേണ്ടി മാറ്റിവെക്കില്ലായിരുന്നു. 2% എന്ന് പറഞ്ഞത് 2% തന്നെ മാറ്റിവെക്കുമായിരുന്നു. അല്ലെങ്കിൽ നട്ടലുള്ള പ്രധാനമന്ത്രി ധനമന്ത്രിയെ പിടിച്ചു നിർത്തി കുടയണം. എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് മുഖം മിനുക്കാൻ വേണ്ടി ലോകം മുഴുവനും ചുറ്റി നടന്നാൽ പോരാ. പ്രധാനമന്ത്രി സ്വന്തം രാജ്യത്തെ സ്വന്തം പ്രജകളുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള
അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷിയും ക്ഷേമുഷിയും വേണം ഒരു പ്രധാനമന്ത്രിക്ക്. അതില്ലെന്നുള്ളതിന്റെ തെളിവല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 0.27% ഹെൽത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന 2025-26 ബജറ്റാണ് ഞാൻ എടുത്ത് കാണിച്ച തുക. അത് നിങ്ങൾക്ക് കാണാം, അത് കാണത്തക്ക രീതിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്തിരിക്കും. അപ്പൊ അതങ്ങനെ. ഇനി അത് ഒക്കെ പോകട്ടെ, ഹെൽത്തിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ്, അതൊക്കെ ഒത്തിരി പറയാനുണ്ട്. ലോകത്തേക്ക് മുഴുവനും ഒന്നാന്തരം നേഴ്സസിനെ സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയില് പക്ഷെ 1000 പേർക്ക് എത്ര നേഴ്സ് ഉണ്ട്? UN WHO ആവശ്യപ്പെടുന്നതിനേക്കാൾ വളരെ താഴെയാണ് ഇന്ത്യയിൽ 1000 പേഷ്യൻസിനുള്ള നേഴ്സസിന്റെ നമ്പർ. എന്ന് വെച്ചാൽ കിട്ടുന്ന സൗജന്യ സേവനങ്ങളൊക്കെ അപര്യാപ്തമാണ് എന്നർത്ഥം. സമസ്ത ആരോഗ്യ മേഖലയുടെ സമസ്ത മേഖലകളിലും കിട്ടുന്ന അത് വളരെ മോശമാണ്. ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യസ്ഥിതി തന്നെ നമുക്കറിയാം. കേരളം ഫോം ചെയ്യപ്പെട്ട 1956 ശേഷം ഇത്ര മോശമായ രീതിയിലേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകളോ നമ്മളുടെ ആരോഗ്യ മേഖലയോ തരം താണു പോയിട്ടില്ല. അത്ര മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പക്ഷേ സ്വകാര്യ മേഖലയുണ്ട്, ആ സ്വകാര്യ മേഖല ശക്തമാണ്. അതുകൊണ്ട് പക്ഷെ ആർക്കാണ് പ്രയോജനം? പണക്കാർക്ക് പ്രയോജനമുണ്ട്. പണക്കാർക്ക് ഒരു പ്രശ്നവുമില്ല. അതാണ് ഇവിടെ കേരളത്തിന്റെയും മറ്റ് ഒട്ടുമിക്ക തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും സ്വകാര്യ മേഖല വളരെ ശക്തമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞു പോയാലും അത് അത്രയധികം പണക്കാരെ ബാധിക്കില്ല, പാവപ്പെട്ടവരെ ബാധിക്കും. പക്ഷേ ഏത് ഗവൺമെന്റും ഭരിക്കുന്നത് പണക്കാർക്ക് വേണ്ടിയല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. പാവപ്പെട്ടവരുടെ വോട്ട് മേടിച്ചാണ് ഓരോ ഗവൺമെന്റും ഭരണത്തിൽ വരുന്നത് എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഡെമോക്രസി എന്ന് പറഞ്ഞ് വെറുതെ ആർപ്പ് വിളിക്കുന്നത്? ഒരു പ്രയോജനവുമില്ല. ഇനി അതുപോലെ നമ്മൾ എഡ്യൂക്കേഷന്റെ രംഗത്തേക്ക് വരിക. ILO 2024, അതായത് ഒരു 3-4 മാസം മുൻപാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു കണക്ക്, തൊഴിലില്ലായ്മയുടെ ഒരു കണക്ക് പുറത്തുവിട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ, നമ്മുടെ ഏജൻസീസ് ഒക്കെ ഒത്തിരി കണക്കുകൾ വിടാറുണ്ട് കേട്ടോ, പക്ഷെ ഒക്കെ കള്ളക്കണക്കുകളാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഊതി വീർപ്പിച്ച, അതായത് ഇവിടെയാണെങ്കിൽ ഊതി വീർപ്പിക്കുകയല്ല, ഞെരുക്കിയ കണക്കുകൾ, ബലൂൺ അഴിച്ചു വിട്ടതുപോലെ ചുക്കി ചുളിഞ്ഞ കണക്കുകൾ. എന്താണ് ILO പറഞ്ഞത്? 82.07% ആണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ. ആരുടെ തൊഴിലില്ലായ്മ? അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ. ആരാണ് ഈ അഭ്യസ്ത വിദ്യർ ILOയുടെ പക്ഷത്ത്? അതായത് പ്രീ ഡിഗ്രി ആൻഡ് എബവ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ. അപ്പൊ എന്താണ് അത്? ഞാൻ ഓർമ്മിക്കുകയാണ്, ആദ്യ ബജറ്റിൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു ഡയലോഗുമായിട്ട് വന്നിരുന്നു. എന്തായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്? അത് ഞാനൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. 5 ടീകൾ വഴി, ടീയിൽ തുടങ്ങുന്ന 5 വാക്കുകൾ പറഞ്ഞിട്ട് ഇതുവഴി ഞാൻ ഇന്ത്യയെ സെൽഫ് സഫിഷ്യൻസിയിലേക്ക് എത്തിക്കുമെന്ന്. എന്തായിരുന്നു 5 T അദ്ദേഹത്തിന്റെ? ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ. എന്താ ഈ ട്രഡീഷൻ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ രാം ജന്മഭൂമിയില് രാമക്ഷേത്രം, അത് ട്രഡീഷന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതുപോലെ ട്രഡീഷൻ വികസനം എന്ന് പറഞ്ഞാൽ ടൂറിസവും ഒക്കെ വരും അതിനകത്ത്. ഓക്കെ, അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ടെക്നോളജി, ട്രെയിനിങ്, ഇത് രണ്ടും നന്നായി നടത്തിയിരുന്നെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വെറും ശരാശരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുകൊണ്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് എംപ്ലോയബിലിറ്റി കുറവാണ്. അത് മനസ്സിലാക്കിയാണല്ലോ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി PM ഇന്റേൺഷിപ്പ് കൊണ്ടുവന്നത്. PM പ്രൈം മിനിസ്റ്റർ ഇന്റേൺഷിപ്പ്, അതായത് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ച് കമ്പനികൾ ഇന്റേൺസിന് അവസരം കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന ഇന്റേൺസിന് ഒരു മാസത്തെ, അതായത് ഒരു വർഷം 6000 രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ കൊടുക്കും. ബാക്കി അവരുടെ CSR ഫണ്ടിൽ നിന്ന് ഫണ്ട് ചെയ്യണം. ആ തരത്തിൽ കൊണ്ടുവന്നു. 1 കോടി പേർക്ക് 5 വർഷം കൊണ്ടെന്ന്. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനും ഒക്കെ പറ്റിയ അബദ്ധമാണ്. കാരണം ഇത്രയും വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് 1 കോടി പേർക്ക് 5 വർഷം കൊണ്ട് ഇന്റേൺഷിപ്പ് കൊടുക്കാന്ന് പറഞ്ഞ് എവിടെയാ എംപ്ലോയബിലിറ്റി വർദ്ധിക്കുക? എന്നിട്ടോ എന്ത് സംഭവിച്ചു? ഒരുപാട് കുട്ടികള് ഓൾ ഓവർ ഇന്ത്യ
ഈ PM ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തു. കാരണം 5000 രൂപ ഒരു മാസം സ്റ്റൈഫൻഡ് കിട്ടുക, അങ്ങനെ ട്രെയിനിങ് സാധ്യമാവുക എന്ന് വിചാരിച്ചുകൊണ്ട് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത കുട്ടികളൊക്കെ തന്നെ ഒരുപാട് കുട്ടികൾ ഞാൻ പോകുന്ന ക്യാമ്പസുകളിലൊക്കെ അന്വേഷിക്കുമ്പോൾ പറയാറുള്ളത്, ടീച്ചറെ ഞങ്ങളൊക്കെ അപ്ലൈ ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇന്റേൺഷിപ്പ് കിട്ടിയില്ല. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ ആപ്ലിക്കേഷൻ എല്ലാം മുടക്കുന്നതല്ലാതെ ആർക്കും കിട്ടിയില്ലെന്നാ പറയുന്നത്. അപ്പൊ എന്താണ്, അതും ഒരു വെറും പ്രഖ്യാപനം മാത്രമായി മാറുന്നു ഈ PM ഇന്റേൺഷിപ്പ്. അപ്പൊ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഇതാ ബജറ്റ് ഡോക്യുമെന്റ് ഇവിടെ ഇരിക്കുകയല്ലേ. ചൈന GDPയുടെ 6%-ലേറെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുക. US അവരുടെ GDPയുടെ 6%-ലേറെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. കേരളത്തിൽ എത്രയാണ് മാറ്റിവെച്ചിരിക്കുന്നത്? നമുക്ക് ഈ ബജറ്റ് ഡോക്യുമെന്റ് തന്നെ എടുത്തു നോക്കാം. അതായത് എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 1,28,650 കോടി. 1,28,650 കോടി. GDP എത്രയാണ്? 3,56,97,923 കോടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന്റെ എത്ര ശതമാനമാണ് മാറ്റിവെച്ചിരിക്കുന്നത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്? എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 0.36%. ചൈനയെ കണ്ടുപിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പല്ലിറുമിയിട്ട് വല്ല കാര്യമുണ്ടോ? ചൈന അവരുടെ നമ്മുടെ GDPയുടെ 3-4 ഇരട്ടി കൂടുതലാണ് അവരുടെ GDP. അതിന്റെ 6% അധികം എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നു. പിന്നെ ഏറ്റവും ഹയസ്റ്റ് GDP ഉള്ള രാജ്യമാണ് അമേരിക്ക, $33 ട്രില്യൺ. അതിന്റെ 6%-ലേറെ അവര് എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോഴാണ് ഈ 4 ട്രില്യൺ എന്നൊക്കെ പറയുന്ന അത്രയും ചെറിയ GDP ഉള്ള ഇന്ത്യ 0.37% ആണ് അതിന് 1% പോലും മാറ്റിവെക്കുന്നില്ലെന്ന്. പിന്നെ എങ്ങനെയാ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്തു നോക്കൂ. ഈ കഴിഞ്ഞ ദിവസം ഹിന്ദുവിൽ തന്നെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിരുന്നു. നമ്മുടെ IITകളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ, NITകളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ, NIITകൾ അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇറങ്ങുന്ന കുട്ടികൾ, ഇവരൊക്കെ IIT പോലും ഇറങ്ങുന്നവരിൽ 5 to 10% അൺഎംപ്ലോയിഡ് ആയി പോകുന്നു. ഇപ്പോ ബാക്കിയുള്ളതിൽ നിന്നൊക്കെ ഇറങ്ങുന്നവര് 10 to 15% അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കേണ്ടി വരുന്നു. കാരണം എന്താണ്? ഈ പറയപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലഘട്ടത്തിലും നമ്മുടെ IITകളൊക്കെ വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായത് അതിനനുസരിച്ച് അവയൊന്നും സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഈ തുച്ഛമായ ഫണ്ട് കൊണ്ട് ഇതൊന്നും നടക്കില്ല. 6% കൊടുക്കുന്ന ചൈന, അറിയാമല്ലോ നമുക്ക്, അവര് എല്ലാ മേഖലകളിലും അമേരിക്കയെ കടത്തിവെട്ടാനായിട്ട് തോൽക്കുകയാണ് ടെക്നോളജിയില്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ തരത്തിൽ എഡ്യൂക്കേഷനെ പോലും തഴഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ, ഒരു ഗവൺമെന്റിനെ, ഒരു BJP ഗവൺമെന്റിനെ 1-ാം തരം ഗവൺമെന്റ് എന്ന് പറഞ്ഞ് കൈയടിക്കാനായിട്ട് എന്നെ കൊണ്ട് എന്തായാലും പറ്റത്തില്ല, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ മുദ്രാ വായ്പയെ പറ്റി പറഞ്ഞില്ല. അത് ആദ്യം തന്നെ നരേന്ദ്രമോദി ആദ്യ പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോ അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ എസൻസ്, വി ഹാവ് 3 Ds. ഞങ്ങൾക്ക് 3 Dകൾ ഉണ്ട് ഇന്ത്യക്ക്. എന്താണ് ഈ 3 Dകൾ? ഡെമോഗ്രഫി, ഡിമാൻഡ്. അതായത് 3 Ds: ഡെമോഗ്രഫി, ഡിമാൻഡ്. കം മേക്ക് ഇൻ ഇന്ത്യ. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. ഇൻട്രസ്റ്റിംഗ് അല്ലേ? എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. ഇത്ര സ്ട്രാറ്റജിക് ആയിട്ട് കാര്യങ്ങളെ ഉൾക്കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് കിട്ടിയല്ലോ എന്ന വലിയ സന്തോഷമായിരുന്നു. പക്ഷെ പെട്ടെന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ആ സന്തോഷമൊക്കെ പോയി. കാരണം ഈ പറയുന്നതൊന്നും പ്രവൃത്തിയിൽ വരുന്നില്ല എന്ന് കണ്ടപ്പോ. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞ ഈ 3 Dsന്റെ ഇമ്പോർട്ടൻസ്? ഡെമോക്രസിയാണ് ഇന്ത്യയിൽ. നിങ്ങൾ റഷ്യയിൽ പോകുന്നത് പോലെയല്ല, അവിടെ ഡെമോക്രസി ഇല്ല. നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അങ്ങോട്ട് ചെന്നാല് നിങ്ങളുടെ കൈകാര്യങ്ങളൊക്കെ അവർ തളച്ചിടും അവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രകാരം. ഇവിടെയാണെങ്കിൽ ഡെമോക്രസിയാണ്. നിങ്ങൾക്ക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഏത് തരം ബിസിനസ്സുമായിട്ട് ഇവിടെ വരാം. അതാണ് ഡെമോക്രസി എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഡെമോഗ്രഫി, ഇവിടെ വലിയ പോപ്പുലേഷൻ ഉണ്ട്. പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? ഡിമാൻഡ് ഉണ്ട്. 3-ാമത്തെ D.
ഇവിടെ നിങ്ങൾ വന്ന് ഉൽപ്പാദിപ്പിച്ചോളൂ, നിങ്ങൾ വാട്ട് എവർ യു പ്രൊഡ്യൂസ് വിൽ ബി ഡിമാൻഡഡ് ബൈ ദ ഡെമോഗ്രഫി പീപ്പിൾ ഹിയർ. അതാണ് അദ്ദേഹം ഊന്നൽ കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹം അത്രയും പറഞ്ഞിട്ട് പറഞ്ഞു കം മേക്ക് ഇൻ ഇന്ത്യ. അപ്പൊ ഒരു ഇന്ത്യ ബ്രാൻഡ് ഉൽപാദനത്തിന് ആഗോളതലത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആഹ്വാനമായിരുന്നു അന്ന് അദ്ദേഹം നടത്തിയത്. അപ്പൊ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് വേണ്ടത്ര ആക്ഷൻസ് ഒക്കെ എടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ വികസനം ഇതിനേക്കാളൊക്കെ ഉയർന്നിരുന്നേനെ. കാരണം GDP-യുടെ വളർച്ച മോദി ഗവൺമെന്റിന്റെ കാലത്തേക്കാൾ ശരാശരി വളർച്ച കൂടുതലായിരുന്നു ആ UPA കാലത്തുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെ ഓവർടേക്ക് ചെയ്യത്തക്ക ഒരു വളർച്ചയിലേക്ക് നയിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് പറ്റിയിരുന്നെങ്കിൽ അവരിപ്പോ അവകാശപ്പെടുന്നത് പോലെ ഒരു വികസിത് ഭാരത് സ്വപ്നത്തിൽ മാത്രമല്ല റിയാലിറ്റിയിലും വരുമായിരുന്നു. പക്ഷെ അതിന് പറ്റാതെ വന്നു പോയത് ഈ തരത്തിൽ, അതായത് പ്രഖ്യാപനങ്ങൾ ഒരു വശത്ത്, പ്രവർത്തനം വേറെ ദിശയില്, ആ ദിശാ വ്യത്യാസം വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുപോലെ തന്നെ ഇൻകം ഇനീക്വാളിറ്റിയിൽ ഉണ്ടായ വർധനവ്, അയ്യോ ഓരോ ചാനലിലൊക്കെ ചർച്ചയില് BJP-ക്കാരിരുന്ന് പറയുന്ന കേൾക്കാം, അതായത് വലിയ ഭാഗം ജനങ്ങളെയും എന്താ പറയാ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയെന്ന്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ തോമസ് പിക്കറ്റി എന്നൊരു എക്കണോമിസ്റ്റിനെ കേട്ടിട്ടില്ലേ? ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റ്. അദ്ദേഹം വേറൊരു ഫ്രഞ്ച് എക്കണോമിസ്റ്റും രണ്ട് ഇന്ത്യയിലെ പ്രശസ്തരായ എക്കണോമിസ്റ്റുകളും കൂടി ചേർന്ന് ഒരു പഠനം നടത്തി. 1921 മുതൽ 2021 വരെയുള്ള 100 വർഷക്കാലത്തെ അസമത്വ പഠനം ഇന്ത്യയില്. അതിന്റെ ഒരു ഗ്രന്ഥവുമുണ്ട്, ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 1921 പറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ആ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്കാൾ കൂടുതൽ അസമത്വം വർദ്ധിച്ചിരിക്കുന്നു 2021 എന്നു മുതലാണ് അസമത്വ വർധന തുടങ്ങിയത്? 2014 മുതൽ. അപ്പൊ BJP ഗവൺമെന്റ് അതിദരിദ്രരെ കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ ചെയ്തത്? എന്തുകൊണ്ടാണ് കൂട്ടിയത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് ഉപോദ്ബലകമാണ്. എങ്കിലും ഒരു പ്രത്യേക കാര്യം കൂടി പറയട്ടെ. കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, അതായത് ധനികനെ കൂടുതൽ ധനികനും ദരിദ്രനെ കൂടുതൽ ദരിദ്രനുമാക്കുന്ന BJP ഗവൺമെന്റ് നയം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് പറയുന്നത്. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് 30% ഘട്ടം ഘട്ടമായി കുറച്ച് 20%. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് അമേരിക്കയിലൊക്കെ അതിനേക്കാളൊക്കെ ഭയങ്കര ഉയരത്തിലാണ് നിൽക്കുന്നത്. ആ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് കുറച്ച് 30% നിന്ന് 20% എത്തിച്ചു. അതിന്റെ അഡ്വാൻറ്റേജ് ആർക്കാ കിട്ടുക? കോർപ്പറേറ്റ്സിന്. അവരുടെ കീശ വീർക്കും, അവർ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. അങ്ങനെ കോർപ്പറേറ്റ്സിനെ പ്രീണിപ്പിക്കുന്ന നയം. ഇനി അതേപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ആ കോർപ്പറേറ്റ്സിനെ കൂടുതൽ പ്രീണിപ്പിക്കുന്ന നയം കൊണ്ട് എന്താ, ഓക്സ്ഫാമിന്റെ ഒക്കെ ഇൻഇക്വാളിറ്റി ഇൻഡെക്സ് ഒരു വർഷം മുൻപ് പുറത്തു വന്നിരുന്നു. അതിലൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. അത്ര വലിയ തോതിലാണ് ഇൻഇക്വാളിറ്റി ഇന്ത്യയിൽ വളർന്നിരിക്കുന്നത്. ദരിദ്രർ കൂടുതൽ. പ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അമേരിക്കൻ, അവരുടെ പഠനമുണ്ട്, ഓക്സ്ഫാമിന്റെ പഠനമുണ്ട്. എല്ലാ പഠനങ്ങളും ഇന്ത്യയിൽ അതിദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചു, വലിയ തോതിൽ വർദ്ധിച്ചു, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം എന്ന് പറയുന്ന പഠനങ്ങളാണ് ഉള്ളത്. അപ്പൊ ആ തരത്തിലും നമുക്ക് മോദി ഗവൺമെന്റിന്റെ പെർഫോമൻസ് കുറ്റമറ്റതായിരുന്നു എന്ന് പറഞ്ഞ് മാർക്കിടാൻ പറ്റുകയില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പറയാനായിട്ട്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് ഇനി പോകുന്നില്ല. അതായത് എന്തായാലും ഇന്ത്യക്ക് BJP ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത പോലെ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ കാർഷിക മേഖല വളരെ ശക്തമാകണം, അത് കൂടുതൽ യന്ത്രവൽകൃതമാകണം, അവിടുത്തെ തൊഴിലാളികളെ വ്യവസായ മേഖലയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വ്യവസായ മേഖല വളരണം. അപ്പോ എന്ന് വെച്ചാല് നമ്മുടെ ടെക്നോളജി സാങ്കേതിക വിദ്യയിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകണം. നമ്മുടെ കാർഷിക വിഭവങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ലോക വിപണി പിടിച്ചടക്കാൻ ഇന്ത്യക്ക് കഴിയണം. അതുപോലെ തന്നെയുള്ള മാറ്റങ്ങൾ വ്യാവസായിക മേഖലയിലും വിദ്യാഭ്യാസം, ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മാറ്റം വരണം. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നതോടൊപ്പം പക്ഷെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, അടിസ്ഥാന സൗകര്യ മേഖല, അതായത് നമ്മുടെ റെയിൽസ്, നമ്മുടെ ഹൈവേസ്, നമ്മുടെ പോർട്സ്, നമ്മുടെ എന്താ പറയുക എയർവേസ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ
വലിയ ഊന്നൽ മോദി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ലോജിസ്റ്റിക് കോസ്റ്റ് കുറയ്ക്കുകയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് ഇനി ബാക്കി നടപടികൾ കൂടി എടുത്താൽ ഒരു പക്ഷേ ഈ വികസനം കുറച്ചുകൂടി ത്വരിതപ്പെടുത്താനും റേറ്റ് ഓഫ് ഗ്രോത്ത് UPA ഗവൺമെന്റിന്റെ കാലത്തേതിനോട് അടുപ്പിച്ച് നേടിയെടുക്കാനും കഴിഞ്ഞെന്നിരിക്കും. പക്ഷെ ഇതുവരെ നേടിയ നേട്ടങ്ങൾ കൊണ്ടൊന്നും BJP ഗവൺമെന്റിന് UPA ഗവൺമെന്റിനോട് താരതമ്യം ചെയ്യത്തക്ക രീതിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പറ്റാത്തത് ഗവൺമെന്റിന്റെ തന്നെ നയവൈകല്യങ്ങൾ കൊണ്ടോ, ഒരുപക്ഷെ മന്ത്രി പദവികളിലേക്കൊക്കെ വന്നവര്, കാതലായ സ്ഥലങ്ങളിൽ അപ്പോയിന്റ് ചെയ്തവര്, അവരൊക്കെ വേണ്ടത്ര പ്രാഗൽഭ്യമില്ലാത്തവരോ ആയതുകൊണ്ടായിരിക്കാം. ഏതായാലും ഇതൊക്കെയാണ് വളരെ വളരെ കുറച്ച രീതിയിലുള്ള ഒരു അനാലിസിസ് വഴിയായിട്ട് എനിക്ക് ഇവിടെ അവതരിപ്പിക്കാൻ കഴിയുന്നത്. താങ്ക് യു വെരി മച്ച്.